അപ്പൊ ബില്ല് കൊടുക്കണ്ട, ബോട്ടിൽ കയറി പോവാ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇരുമ്പമ്പുളി എഫക്റ്റ് ആന്ന് പറഞ്ഞ ഞാൻ പറ്റണില്ല. തപ്പ് ഓടുന്ന പോലെ ചങ്ക് കയറുന്നു ഡുണ്ടുണ്ടും പിടയ്ക്ക. അയ്യോ ഈ സാധനത്തിന്റെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്ഥലം കണ്ടാൽ ഞാൻ ഞെട്ടും. അത്രയും അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാം. വെക്കേഷൻ മാത്രമല്ല, ഒരു വീക്കെൻഡ് അങ്ങനത്തെ ഒരു വൈബ്സ് ഒക്കെ കിട്ടാൻ പറ്റിയൊരു സ്ഥലമാട്ടാ. വേറെ എവിടെയല്ല, കൊടുങ്ങല്ലൂരുള്ള വേദിക്, എന്താ സ്ഥലത്തിന്റെ പേര്, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. വേദിക് വില്ലേജ് ആട്ടോ. നോക്കി ആ ഭംഗിയൊക്കെ നിങ്ങൾ നോക്കിയ ഗൈസ്. ഇപ്പൊ നമ്മള് ഈ സ്ഥലത്തിന്റെ ബാക്ക് വശത്താട്ടോ നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ നോക്കിയേ, എന്ത് രസാന്ന്. പോരാത്തതിന് ചെറിയൊരു ഇങ്ങനെ പൊടിമഴ പോലെയൊക്കെ ഉണ്ട്. അതുമല്ലാതെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, പൂളുണ്ട്, കുറെ സാധനങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ റിസപ്ഷൻ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെയാണ് വ്യൂ എന്ന് പറയാം. ഫുള്ള് ചെടികളൊക്കെ വെച്ചിട്ടേ ബാ ഭയങ്കര ആംബിയൻസ് ആണ്. ഇത് കണ്ടില്ലേ, വിരിഞ്ഞ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ കസാരയൊക്കെ നോക്കിയ ഒരു മറ്റേ പഴന്തമി പാട്ടിണയും ശ്രുതിയിൽ അതേപോലത്തെ ഒരു വൈബായിട്ടില്ലേ, വൈബുണ്ട്. എനിക്കതാണ് വേണ്ടത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരുമ്പോൾ ഇവിടെ ഒരു ചായ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചായ ഗ്ലാസ്സിൽ ചായ ഉണ്ട്, പക്ഷെ ആരൊക്കെയോ കുടിച്ച ചായ കേട്ടോ, കണ്ടില്ലേ. നമ്മളുടെ അടുത്ത് കുടിക്കാൻ പാടില്ല, ആംബിയൻസിന് വേണ്ടി വെച്ചതാ, അതെനിക്കുള്ളതല്ല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ട ആ ഇൻട്രോ ഞാൻ എടുത്ത സ്പേസ് ഇതേ കണ്ടില്ലേ അവിടെ. ഇപ്പൊ ചെറിയൊരു മഴയൊക്കെ ഉള്ള കാരണം ഈ ഫർണിച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ നനഞ്ഞിരിക്കുക. പക്ഷെ വൈകുന്നേരം ഒരു സൺസെറ്റ് സമയത്തൊക്കെ വരുമ്പോ വേറെ ലെവലാ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ തലേന്റെ മേലെ കൂടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു എയറോപ്ലെയിൻ ഒക്കെ പോണ കാണാം. പിന്നെ ആ ഊഞ്ഞാലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടല്ല ഈ സാധനമുണ്ട്. ഇതിൽ ഞാൻ ഇരുന്ന് കാണിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ വെറുതെ ആട്ടി കാണിക്കുന്നുള്ളൂ. ഇതാകെ ഞാൻ നനഞ്ഞിരിക്കുക. ഞാൻ എന്തായാലും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പൊ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോ ഡ്രസ്സ് മാറൂലേ, അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാം. പിന്നെ ഇവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ. 1 2 3 4 5 6 7 8 പേർക്ക് ഇരിക്കാം. നമുക്ക് ഓടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഓടിച്ച് പോവാമായിരുന്നു. അപ്പൊ ബില്ല് കൊടുക്കണ്ട, ബോട്ടിൽ കയറി പോവാ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. പിന്നെ ഇവിടെ നല്ലൊരു ഈവനിങ് വൈബിന് ചായ കുടിക്കാനും ഇരിക്കാനും സംസാരിക്കാനൊക്കെ അതേ ഇങ്ങനെ കസാരകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്, സ്വിമ്മിംഗ് പൂൾ. യാ കം ഓൺ ഗൈസ്. ഇവിടെ ആംബിയൻസിൽ ഒരു രക്ഷയില്ലേ. പിന്നെ കള്ളന്മാരുടെ സുരക്ഷയ്ക്കാന്ന് തോന്നുന്നു CCTV ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, അതാർക്കാണ്? നമ്മളെ വിശ്വാസമില്ലാത്തതാണോ? നമ്മളെ വിശ്വാസമില്ല, 7 മണി തൊട്ട് 7 PM വരെ നമുക്ക് ഈ പൂളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 4 ഫീറ്റ് 2 ഫീറ്റ് കുട്ടികൾക്ക് ചെറുത്. കുട്ടികൾക്ക് ഇതാണോ? 4 ഫീറ്റ് എവിടെ? അത് വലുത് പൂള്. വലുതും ചെറുതും 4ഉം 2ഉം ഫീറ്റ് ഉണ്ട് കേട്ടോ. അതിന് മുന്നേ ആ ഭാഗത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. അവിടെ ഒരു നമുക്ക് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടൊരു സ്ഥലവും ഇവിടെ ഒരു ഷവർ എടുക്കാനുള്ളതും. ഇനി നിങ്ങൾക്ക് തിരിച്ച് ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫുഡാണ് മെയിൻ. ഫുഡിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാട്ടോ. ഫുഡിൻ്റെ അവിടെ കിടു ആംബിയൻസ് തന്നെയാണ്. നമ്മൾ ആ വഴി ഈ വഴി എത്തിയിട്ട് ഇതേ ഫുഡിൻ്റെ അവിടത്തേക്ക് എത്തി. ഇവിടെയൊക്കെ കണ്ടില്ലേ ഓരോ റൂം നമ്പറൊക്കെ എഴുതി വെച്ചിരിക്കണം. നോക്കി ഒരു കല്ലുമ്മേ അടിപൊളിയല്ലേ ഈ സെറ്റപ്പ്. ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ഹോള്, പരിപാടികൾ, അങ്ങനത്തെ കുഞ്ഞു സെറ്റപ്സൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് നടത്താൻ പറ്റും. കാണിച്ചു കൊടുക്കും കണ്ടാ. ഇനി ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫുഡ് ഞം. അപ്പോൾ അതിന് മുന്നേ വല്ലവർക്കൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് കഴിക്കണമെങ്കിൽ വായിച്ചിട്ട് കഴിക്കാം. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ദഹനം ഉണ്ടാവും പിന്നെ ആണോ വെറുതെ. നീ എന്താ വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. ഇതെന്ത് ലെറ്റർ ബോക്സ് സെറ്റപ്പ്? കൊട വെക്കാനാണോ? അത് ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ ഇടാൻ ലെറ്റർ ബോക്സ്? കൊട വെക്കാനാണ്. ലെറ്റർ ബോക്സ് ഇവിടെ പൂട്ടൊക്കെ തുറന്ന് എടുക്കാട്ടോ. റിവ്യൂ
കൊള്ളാല്ലേ റിവ്യൂ ആ സെറ്റപ്പ് അപ്പൊ ഫുഡിന്റെ അവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. നമുക്കിപ്പോ ഫുഡിലിരുന്ന സെക്ഷനിൽ നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ നേരെ പോകുമ്പോ അതാണ് നമ്മുടെ റൂം. ഓക്കെ, പിന്നെ ഇവിടെ വേണമെങ്കിൽ വിളക്കൊക്കെ തിരിയൊക്കെ കൊളുത്തിട്ട് പോവാം. പിന്നെ പിന്നെ മറ്റേ ഫ്രൂട്ട് ഉണ്ട് അവിടെ. ബാത്റൂമാണ് ഏറ്റവും സീൻ. മറ്റേ ഓപ്പൺ ബാത്റൂമാണ്. ഫ്രൂട്ട് ഫ്രൂട്ടാ? ഏത് ഫ്രൂട്ട്? നിൽക്കണം. ആ, ഇതാണോ പൊട്ടിച്ചിട്ട് നിങ്ങൾ റൂമിന്റെ അകത്ത് വെച്ചത്? ഇത് ഫ്രൂട്ടാ? ഗൈസ്, ഈ ഫ്രൂട്ടിന്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ കേട്ടോ. ഇത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ എ, ബി, സി, ഡി ആണെന്ന് മാത്രം അറിയാൻ നമുക്ക്. കഴിക്കാൻ പറ്റുമോ? സത്തു പോവും? ഞാൻ കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം പൊട്ടിക്കാ തിന്നല്ലേ? ഫ്രഷ് ഇടാ. ഇത് പഴുത്താ? ആ, ഇതില്ലേ? അയ്യോ, എന്റെ സാധനങ്ങളൊക്കെ പോയി. ഇരുമ്പമ്പുളി എഫക്റ്റ് ആന്ന് പറഞ്ഞ ഞാൻ പറ്റണില്ല. തപ്പ് ഓടുന്ന പോലെ ചങ്ക് കിടന്നിട്ടുണ്ടുണ്ടും പിടയ്ക്ക. കുഴപ്പമൊന്നുമില്ല. മതി, അധികം കഴിക്കണ്ട. വയറിനോട്ട് കേട് വരും. പരിചയമില്ലാത്ത കാര്യം. ഒരു കയപ്പ്. വാ, അവിടെ കുക്കീസ് ഉണ്ട്. നമുക്ക് കുക്കീസ്. ഇതെന്തിനാ? ഇതിപ്പോ ഇതിന്റെ താഴെ തന്നെ ഇടാല്ലേ? വിത്ത് മുട്ടി പൊളച്ചുണ്ടാവട്ടെ. ഇത് നമ്മുടെ ചായ ആണോ വരുന്നത്? കോഫി എഫക്റ്റ് ഉള്ളതാ. കഴിച്ചോ. ഞാൻ നിങ്ങക്ക് റൂം കാണിച്ചു തരാം. ഇറങ്ങുമ്പോ വീഴുക. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. ഈ ഒരു കോട്ടേജ് ബയോ. വേണമെങ്കിൽ ഇവിടെ വിസ്തരിച്ച് ഇങ്ങനെ ഇരിക്കാം. കണ്ടില്ലേ? അയ്യോ, ഭയങ്കര ആളുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല, വലിയ ആൾക്കാർക്കൊക്കെ ഇരിക്കാം. എന്നിട്ട് കയറുമ്പോ ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. എവരിബഡി. അയ്യോ, റൂം ടൂറാ? റൂം ടൂറാ? കമോൺ. ഇതെന്താണ് ഇവിടെ ഭയങ്കര ഫുഡിങ്? അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ വെക്കാം. ഇവിടെ വേണമെങ്കിൽ ചായ ഉണ്ടാക്കണമെങ്കിൽ ചായ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ സ്റ്റോറേജ്, ഇവിടെ സ്റ്റോറേജ്. ഇവിടെ ഒക്കെ ഫുൾ ആയില്ലേ സാധനങ്ങൾ. പിന്നെ ബാത്റൂം ആണ് മെയിൻ ഹൈലൈറ്റ്. കണ്ടില്ലേ എന്ത് ഭംഗിയാ? ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട് ഗൈസ്. പോരാത്തതിന് ഗൈസ്, നിങ്ങൾ ഇങ്ങനെ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ സോപ്പ്, ഷവർ, ബ്രഷ് ഒക്കെ എടുത്തുകൊണ്ട് പോണ ടീംസ് ആണെങ്കിൽ കമന്റ് ബിലും. അച്ഛൻ ചെയ്യാന്ന് വെച്ചാ അതിനൊക്കെ നേരാവണം. ആ, ഷവർ ഞാൻ ആലോചിക്കും ഇത് എങ്ങനെ പോവും. ഓ ഗൈസ്, ഞാനേ സോക്സ് ഇട്ട കാരണം നനയും. ഇത് കണ്ടില്ലേ? ഇവിടെ ഷവർ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിയോടെ ഇണങ്ങി കുളിക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ പൊക്കും. എന്നിട്ട് ഇവിടെ ഓൺ ചെയ്യുക, കുളിക്കുക. പണ്ടത്തെ ആധുനിക മനുഷ്യരുടെ ഒരു വൈബാണ്. പിന്നെ എല്ലാം ഉണ്ട്, ഷാമ്പൂ ഉണ്ട്, ഇതുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഫുഡിന്റെ അവിടെ എത്താറാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമേ നോട്ട് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പൊ ഇതും വന്ന് ഇരുന്ന് നോക്കാം. കമോൺ കമോൺ. കാരണം ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. നേരെ നമ്മൾ പൂളിയെ ചാടാനുള്ള പ്ലാനാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഈശ്വര ഇതെന്താണ് താഴ്ന്നത്? ഇതിരിക്കാൻ പറ്റൂല. ഇതിനു മേലെ നെൽത്തിരിക്കലായിരുന്നു. അപ്പൊ ഈ സാധനത്തിന്റെ കോമഡി ആയില്ല. ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. കാരണം ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മണ്ണിലെത്തുമായിരിക്കും. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരും ലൊക്കേഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാട്ടോ. നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ അത് ആ പൂളിലാണ്. ഇനി നേരെ പോവാ, പുള്ളിക്ക് വന്ന് ചാടുക. അതിനാണ് മാറിയിരിക്കുന്നത്. സോ കമോൺ.